പള്ളിക്കൂദാശക്കാലം ഒന്നാം ശനി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നു. ശിമയോനാണ് ആദ്യ ശിഷ്യൻ. അപ്പസ്തോലന്മാരുടെ തലവനാണ്. ആദ്യം സുവിശേഷം പ്രസംഗിച്ചവനാണ്. ശിഷ്യത്വ വിളിയുടെ മാതൃക ഇന്നത്തെ സുവിശേഷത്തിൽ നാം ദർശിക്കുന്നു. മനുഷ്യന്റെ തൊഴിൽ മേഖലയിലേക്ക് ദൈവം കടന്നു വരുന്നു. മാനസാന്തരത്തിന് വഴിയൊരുക്കുന്നു. വചനം പ്രസംഗിക്കുന്നു. അതിനെ സ്ഥിരീകരിക്കാൻ ദൈവശക്തി പ്രകടമാക്കുന്നു. ഒരു വാചകം എപ്പോൾ പ്രവൃത്തിപഥത്തിലെത്തുന്നുവോ അപ്പോൾ അതിനെ വചനമെന്ന് പറയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു കുഞ്ഞു മത്സ്യം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ വലതുവശത്ത് വലയിടുക എന്ന് പറയുന്നതും, വലിച്ചു കയറ്റാൻ പറ്റാത്തിടത്തോളം മീൻ ലഭിക്കുന്നതും വാചകം വചനമായി തീർന്നതിന്റെ ഉദാഹരണമാണ്. വചനം പ്രഘോഷിക്കാൻ പത്രോസിന്റെ വള്ളം തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ അവന് ശിഷ്യഗണത്തിലും സഭയിലും നൽകപ്പെടാനിരിക്കുന്ന അപ്രമാദ്യത്തിന്റെ സൂചനയാണ്. വലിച്ചു കയറ്റാൻ സാധ്യമല്ലാത്തവണ്ണം മീൻ ലഭിച്ചപ്പോൾ അഹങ്കരിക്കുകയല്ല പ്രഥമ ശിഷ്യൻ ചെയ്തത്. എളിമപ്പെട്ട് തന്റെ പാപാവസ്ഥയെ ഏറ്റുപറയുന്നു. വ്യക്തിപരമായ ഏതെങ്കിലും പാപമല്ല, ദൈവത്തിന്റെ അനന്തമായ നന്മയുടെ മുൻപിൽ മനുഷ്യൻ അനുഭവപ്പെടേണ്ട പൊതുവായ പാപബോധത്തെയാണ്. പാപബോധമുള്ളിടത്ത് ദൈവകൃപ അതിന്മേൽ വർദ്ധിക്കുന്നു. ഒരാളുടെ വിളിയും ദൗത്യവും ദൈവത്തിന്റെ സൗജന്യദാനമാണ്. മനുഷ്യനെ പിടിക്കാനാണ് നാം വിളിക്കപ്പെടുന്നത്. യേശുവിനെ പോലെ മനുഷ്യവർഗത്തെ മുഴുവൻ ജീവനിലേക്ക് ശേഖരിക്കാനാണ് നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത്.